ശ്രീമാത്സിലേക്ക് സ്വാഗതം. അടുത്ത മാസം ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം വരികയാണല്ലോ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് ധാരാളം വീഡിയോസ് ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. 7 raised to x plus 2 സമം 49 raised to 2x minus 3 ആയാൽ എക്സിൻ്റെ മൂല്യം എന്തെന്ന് ചോദ്യം. അതായത് ഈ 49നെ നമുക്ക് 7ൻ്റെ ടേംസിൽ എഴുതാം. 7 raised to x plus 2 സമം 49 raised to 2x minus 3. ഇവിടെ 49നെ നമുക്ക് 7ൻ്റെ ഈ ബേസ് രണ്ടും തുല്യമാക്കിയാൽ നമുക്ക് കൃത്യങ്ക നിയമം അനുസരിച്ച് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക. അതിന് വേണ്ടി 49നെ 7 സ്ക്വയർ എഴുതാം. 7 സ്ക്വയർ 49ന് പകരം 7 raised to x plus 2 സമം 7 സ്ക്വയർ the whole raised to 2x minus 3. അപ്പോൾ 7 raised to x plus 49ന് പകരം 7 സ്ക്വയറിന് കൊടുക്കുന്നു. രണ്ട് 7ൻ്റെ ടേംസിലാക്കിയാൽ നമുക്ക് ബേസ് സെയിം ആക്കാം. ബേസ് സെയിം ആക്കിയാൽ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം കൃത്യങ്ക നിയമം അനുസരിച്ച്. അപ്പോൾ 49ന് പകരം 7 സ്ക്വയറിന് കൊടുക്കുന്നു. അപ്പോൾ 7 raised to x plus 2 സമം 7 സ്ക്വയർ raised to 7 സ്ക്വയർ ആണ് 49 raised to 2x minus 3. ഇവിടെ 7 raised to x plus 2 സമം a raised to m the whole raised to n സമം a raised to m into n എന്നൊരു കൃത്യങ്ക നിയമമുണ്ട്. അതനുസരിച്ച് നമുക്ക് ഇവിടെ 7 raised to 2 the whole raised to 2x minus 3 എന്ന് പറഞ്ഞാൽ 7 raised to ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുക 2 into 2x minus 3 a raised to m the whole raised to n a raised to m into n. അതേപോലെ നമുക്ക് ഇതിങ്ങനെ 7 raised to x plus 2 സമം 7 raised to 4x minus 6. ഇവിടെ ബേസ് രണ്ടും തുല്യമാകാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തത്. ഇവിടെ ബേസ് രണ്ടും 7 ആയതുകൊണ്ട് നമുക്ക് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. അതായത് x plus 2 സമം 4x minus 6. അതായത് 4x minus 6 സമം x plus 2. ഇവിടെ x രണ്ടും ഒരു സൈഡിലാക്കുക, സംഖ്യ രണ്ടും ഒരു സൈഡിലാക്കുക. 4x ഈ എക്സിന് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ മൈനസ് എക്സ് സമം ഇവിടെ ഒരു 2 ഉണ്ട് റൈറ്റ് സൈഡിൽ. ഈ മൈനസ് 6 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് 6. 4x minus 1x. x means 1x equal to 2 plus 6. 4x minus 1x equal to 3x. 4xും 1x, 4xൽ നിന്ന് 1x കുറച്ചാൽ 3x സമം 2 plus 6. 3x സമം 8. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എങ്ങനെ കാണാം? 8/3. കൂടെ കിടക്കുന്ന 3 വെച്ച് ഹരിക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഈ സംഖ്യയുടെ ശ്രേണി എങ്ങനെയാണ് പോയേക്കുന്നത് നോക്കാം. 5, 10, 26, 50, 170. അഭാജ്യ സംഖ്യകളുടെ വർഗം പ്ലസ് 1. ആദ്യത്തേത് 2 സ്ക്വയർ പ്ലസ് 1, അതായത് 4 plus 1 സമം 5. അടുത്ത അഭാജ്യ സംഖ്യ 3. 3 സ്ക്വയർ പ്ലസ് 1, അതായത് 9 plus 1 സമം 10. അടുത്ത അഭാജ്യ സംഖ്യ 5. 5 സ്ക്വയർ പ്ലസ് 1 സമം 25 plus 1 സമം 26. അടുത്ത അഭാജ്യ 5 കഴിഞ്ഞാൽ പിന്നെ അടുത്ത അഭാജ്യ സംഖ്യ 7. 7 സ്ക്വയർ പ്ലസ് 1 സമം 49 plus 1 സമം 50. അപ്പൊ ഈ രീതിയിലാണ് ഈ ശ്രേണി പോയേക്കുന്നത്. 7 കഴിഞ്ഞാൽ പിന്നെ അടുത്ത അഭാജ്യ സംഖ്യ 11. 11 സ്ക്വയർ പ്ലസ് 1 വരും ഇവിടെ. 121 plus 1 122 വരും ഇവിടെ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പൊ അടുത്ത 13 പിന്നത്തെ അഭാജ്യ സംഖ്യ. 11 കഴിഞ്ഞ 13 സ്ക്വയർ പ്ലസ് 1 സമം 169 plus 1 സമം 170. അപ്പൊ ഇവിടെ ഈ രീതിയിലാണ് ഈ ശ്രേണി പോയേക്കുന്നത്. അഭാജ്യ സംഖ്യകളുടെ വർഗം പ്ലസ് 1. അഭാജ്യ സംഖ്യകളുടെ സ്ക്വയർ 2, 3, 5, 7, 11, 13 അങ്ങനെ ഇങ്ങോട്ട് പോകും അഭാജ്യ സംഖ്യ. അപ്പൊ 2ന്റെ സ്ക്വയർ പ്ലസ് 1 5, 3ന്റെ സ്ക്വയർ പ്ലസ് 1 10, 5ന്റെ സ്ക്വയർ പ്ലസ് 1 26. അടുത്ത അഭാജ്യ സംഖ്യ 2, 3, 5 കഴിഞ്ഞാൽ 7. 7ന്റെ സ്ക്വയർ പ്ലസ് 1 50. അടുത്ത അഭാജ്യ സംഖ്യ 11ന്റെ സ്ക്വയർ പ്ലസ് 1 121 plus 1 122. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ശ്രീമാത്സിൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്, ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഉൾപ്പെടെ 2200-ൽ പരം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് ധാരാളം വീഡിയോസ് ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു. കാടിന്റെ ചെറിയ രൂപമാണ് മൃഗശാല. അതേ ബന്ധം വേണം, സമാന ബന്ധം വേണം ഇവിടെ വരാൻ. കടലിന്റെ ചെറിയ രൂപമാണ് അക്വേറിയം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ക്ലാസ്സിലെ പെൺകുട്ടികൾ ഒറ്റ വരിയിൽ നിൽക്കുകയാണ്. ഒരു പെൺകുട്ടി രണ്ടറ്റത്തു നിന്നും 17ാം സ്ഥാനത്താണ്. അതായത് മുന്നിൽ നിന്നും 17ാം സ്ഥാനത്താണ്, പിന്നിൽ നിന്നും 17ാം സ്ഥാനത്താണ്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര കുട്ടികളുണ്ട്? ഇതേ മോഡലുള്ള ചോദ്യം ചോദിച്ച് കാണാറുണ്ട്. ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്, ആ ക്ലാസ്സിൽ എത്ര പേരുണ്ടെന്നറിയാൻ
മുന്നിൽ നിന്നും 17, പിന്നിൽ നിന്നും 17. അപ്പം 17ഉം 17ഉം കൂടെ രണ്ടും കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. 17 + 17 - 1 34 - 1 33 പേര്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 237 ഡിവൈഡഡ് ബൈ ഈ ബ്ലാങ്കിന്റെ അവിടുത്തെ ഉത്തരം നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണ്ട. 237 ഇവിടെ അറിയാത്തതിന് നമ്മൾ എക്സ് എന്നിട്ട് കൊടുക്കും. സമം 23,700. 237 ഡിവൈഡഡ് ബൈ അറിയാത്ത നമ്പർ അതുകൊണ്ട് അവിടെ എക്സ് എന്നിട്ട് കൊടുക്കുന്നു. സമം 23,700. ഇങ്ങനെ വരുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. എക്സ് ഇങ്ങോട്ടും വരും, 23,700 ഇങ്ങോട്ടും വരും. അപ്പൊ 237 / 23,700 സമം എക്സ്. ഈ എക്സ് ഇങ്ങോട്ടും വരും, ഈ സംഖ്യ ഇങ്ങോട്ടും വരും. അപ്പൊ എക്സ് സമം 237 / 23,700. അതായത് എക്സ് സമം 237 / 23,700 സമം 237 / 23,700 നമുക്ക് 237 × 100 എന്ന് എഴുതാം. ഇത് രണ്ടും കട്ട് ചെയ്ത് പിന്നെ ഇവിടെ 1 ഉള്ളൂ. 1/100 വരും. 1/100 എന്ന് പറഞ്ഞാൽ 100 കൊണ്ട് ഹരിക്കും 1-ന്. അപ്പൊ ആ സംഖ്യ അങ്ങ് എഴുതുക 1. അപ്പൊ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വരണം 100 കൊണ്ട് ഹരിക്കുമ്പോൾ. 10 ആണെങ്കിൽ 1 സ്ഥാനം, 1000 ആണെങ്കിൽ 3 സ്ഥാനം. അപ്പോൾ 1/100 ആയതുകൊണ്ട് 1. ഇവിടെ 2 സ്ഥാനം വരണ്ടോണ്ട് ഒരു 0 കൂടി ഇട്ട് കൊടുക്കണം. ഇവിടെ 1 സ്ഥാനമേ ഉള്ളൂ. 2 സ്ഥാനം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 0 ഇട്ട് കൊടുത്തു. 0.01. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, അതായത് 0.01. ഓപ്ഷൻ ബി ആണ്. 0.01. ഇവിടാത്തതിന് എക്സ് എന്ന് കൊടുത്തു. 237 ഡിവൈഡഡ് ബൈ ഡാഷ് സമം 23,700. 237 ഡിവൈഡഡ് ബൈ ഈ ബ്ലാങ്ക് ഉള്ളടത്ത് നമുക്ക് അറിയാത്തതുകൊണ്ട് അവിടെ നമ്മൾ എക്സ് എന്നിട്ട് കൊടുക്കുന്നു. 37 അറിഞ്ഞുകൂടാത്തതിന് എക്സ് എന്ന് കൊടുക്കുന്നു. 20 = 21,700 തന്നിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുന്നു. ഇത് അങ്ങോട്ടും പോകുന്നു. 23,700 ഇങ്ങോട്ടും വരുന്നു. എക്സ് സമം 237 / 23,700. 237 237 കട്ട് ചെയ്യുക. 1/100 എന്ന് വരും. 1 പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. ഇവിടെ 1 ഉള്ളതുകൊണ്ട് ഒരു 0 കൂടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് 0.01 ഒരു 0 കൂടി ഇട്ട് കൊടുത്തു. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. 0.01 എന്ന് പറഞ്ഞാൽ 0.01. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഒരു ക്ലാസ്സിലെ പെൺകുട്ടികൾ ഒറ്റ വരിയിൽ നിൽക്കുകയാണ്. ഒരു പെൺകുട്ടി രണ്ടറ്റത്തു നിന്നും 17-ാം സ്ഥാനത്താണ്. അതായത് മുന്നിൽ നിന്നും 17-ാം സ്ഥാനത്താണ്, പിന്നിൽ നിന്നും 17-ാം സ്ഥാനത്താണ്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര കുട്ടികളുണ്ട്? ഇതേ മോഡലുള്ള ചോദ്യം ചോദിച്ച് കാണാറുണ്ട്. ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്, ആ ക്ലാസ്സിൽ എത്ര പേരുണ്ടെന്നറിയാൻ മുന്നിൽ നിന്നും 17-ാമത്, പിന്നിൽ നിന്നും 17-ാമത്. അപ്പം 17ഉം 17ഉം കൂടെ രണ്ടും കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. 17 + 17 - 1 34 - 1 33 പേര്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. താഴെ പറയുന്ന സംഖ്യകളിൽ ഏതാണ് 9 കൊണ്ട് ഹരിക്കാവുന്നത്? 9 കൊണ്ട് നിശേഷം ഹരിക്കാവോന്ന് അറിയാൻ ഓരോന്നിന്റെ അക്കങ്ങളുടെ തുക കൂട്ടി നോക്കിയാൽ മതി. ആദ്യത്തെ 1 + 4 + 7 + 5 17 കിട്ടും. ഇത് പറ്റില്ല. അത് 9ന്റെ ഗുണിതമായിട്ട് വരണം. 3 + 4 + 7 + 1 15 കിട്ടും. അതും 9ന്റെ ഗുണിതമല്ല. അപ്പൊ അതുമല്ല. 5 + 4 + 1 + 8 അക്കങ്ങളുടെ തുക ഞാൻ കൂട്ടി നോക്കിയാൽ മതി. ഇവിടെ 18 കിട്ടും. 18 9ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് ഇത് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇതും എല്ലാം കൂടെ കൂട്ടാം. 4 + 7 + 9 + 5 25 കിട്ടും. അപ്പൊ ഇതിൽ ഇത് മാത്രം സി മാത്രമേ ഉള്ളൂ. കൂട്ടുമ്പോൾ 9ന്റെ ഗുണിതമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം. 18 കിട്ടും. 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. 3 കൊണ്ടും അതേ നിയമം തന്നെ. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 3ന്റെ ഗുണിതമാണെങ്കിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കുക. ഇവിടെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 9ന്റെ ഗുണിതമായിട്ട് വരുന്നത് ഇതാണ് 18 വരുന്നത്. 1418. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഉത്തരം. ഈ സംഖ്യയുടെ ശ്രേണി എങ്ങനെയാണ് പോയേക്കുന്നത് നോക്കാം. 5 10 26 50 -170. അഭാജ്യ സംഖ്യകളുടെ വർഗം +1. ആദ്യത്തേത് 2² + 1, അതായത് 4 + 1 = 5. അടുത്ത അഭാജ്യ സംഖ്യ 3 3² + 1, അതായത് 9 + 1 = 10. അടുത്ത അഭാജ്യ സംഖ്യ 5 5² + 1 = 25 + 1 = 26. അടുത്ത അഭാജ്യ 5 കഴിഞ്ഞാൽ പിന്നെ അടുത്ത അഭാജ്യ സംഖ്യ 7 7² + 1 = 49 + 1 = 50. അപ്പൊ ഈ രീതിയിലാണ് ഈ ശ്രേണി പോയേക്കുന്നത്. 7 കഴിഞ്ഞാൽ പിന്നെ അടുത്ത അഭാജ്യ സംഖ്യ 11 11² + 1 വരും. ഇവിടെ 121 + 1 122 വരും. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പൊ അടുത്ത 13 പിന്നത്തെ അഭാജ്യസംഖ്യ. 11 കഴിഞ്ഞ് 13² + 1 = 169 + 1 = 170. അപ്പൊ ഇവിടെ ഈ രീതിയിലാണ് ഈ ശ്രേണി പോയേക്കുന്നത്. അഭാജ്യ സംഖ്യകളുടെ വർഗം +1. അഭാജ്യ സംഖ്യകളുടെ സ്ക്വയർ 2 3 5 7 11 13 അങ്ങനെ അങ്ങോട്ട് പോകും അഭാജ്യ സംഖ്യ.
അപ്പോൾ 2ന്റെ സ്ക്വയർ പ്ലസ് 1 5, 3ന്റെ സ്ക്വയർ പ്ലസ് 1 10, 5ന്റെ സ്ക്വയർ പ്ലസ് 1 26. അടുത്ത ഭാജ്യസംഖ്യ 2, 3, 5 കഴിഞ്ഞാൽ 7, 7ന്റെ സ്ക്വയർ പ്ലസ് 1 50. അടുത്ത ഭാജ്യസംഖ്യ 11ന്റെ സ്ക്വയർ പ്ലസ് 1 121 പ്ലസ് 1 122. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ശ്രീമാത്സർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്, ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഉൾപ്പെടെ 2200-ൽ പരം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് ധാരാളം വീഡിയോസ് ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.